കഴിഞ്ഞ 4 വർഷക്കാലമായി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകൻ എന്ന ബഹുമതി നേടിക്കൊണ്ടിരിക്കുന്ന പാപ്പച്ചൻ കാരിയിൽ മഞ്ഞപ്പള്ളിയുടെ കൃഷിയിടമാണിത്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് കാഞ്ഞിരപ്പള്ളി MLA സന്ദർശിക്കുന്നു. നാളെ ചിങ്ങം 1-ന് അദ്ദേഹത്തെ മികച്ച കർഷകനായി ഈ വർഷവും കാഞ്ഞിരപ്പള്ളി കൃഷിഭവൻ ആദരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടമാണ് ഈ കാണുന്നത്. ഇത് വെണ്ട, വാഴ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ചൊരു കൃഷിക്കാരനായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലമായി അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട കാരിക്കൽ ജോസഫ് ഡൊമിനിക്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടം സന്ദർശിക്കാനായിട്ട് ഇടയായി. ഏതാണ്ട് 5 വർഷക്കാലം കോവിഡ് കാലത്താണ് അദ്ദേഹം സത്യത്തിൽ ഈ കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം കൃഷി വളരെ ലാഭകരമായി മുമ്പോട്ട് കൊണ്ടുപോകാനും ഏതാണ്ട് അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പാട്ടത്തിന് സ്ഥലമെടുത്ത് വിവിധ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ നല്ല നിലയിൽ ഉത്തരവാദിത്തത്തോടെ വളരെ മികച്ച തരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാൻ കഴിയും. സത്യത്തിൽ കാർഷിക വൃത്തി പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, നന്നായി കൃഷി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃഷി ഒരു നല്ല ഉപജീവന മാർഗമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നൊരു സാഹചര്യം. പക്ഷേ അതിനോടുള്ള മണ്ണിനോടുള്ള പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സത്യത്തിൽ ശ്രീ ജോസഫ് ഡൊമിനിക്ക് ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണ മനോഭാവത്തോടെയുള്ള ഒരു നല്ല കാഴ്ചപ്പാട് തീർച്ചയായും നമ്മളൊരു മാതൃകയാക്കേണ്ടതാണ്. ഏതായാലും അദ്ദേഹത്തിന് എല്ലാ വർഷവും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരങ്ങൾ നേടാറുണ്ട്. അദ്ദേഹത്തിന് ഇനിയും നന്നായി ഈ രംഗത്ത് പ്രക്ഷോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ MLA വെള്ളരി പറിച്ചുകൊണ്ട് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണ്. എടുക്കട്ടെ. ഇത് വിളഞ്ഞ ഈ കണിവെള്ളരിയാണ്. ഇത് ഇത്ര വർഷവും മറ്റേ 10 വെച്ചുണ്ട്. കണിവെള്ളരിയാണ് ഇപ്പോൾ വിളവെടുത്തിരിക്കുന്നത്. ഇനി പയർ, വെണ്ട, പാവല്, പടവലം. ഒന്ന് പിടിച്ചാൽ മതി, മുറിക്കണ്ട. നിങ്ങളല്ലേ പാപ്പച്ചേട്ടൻ കാരിയിലും MLAയും കൂടി പയറ് വിളവെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് 18 മണി പയറാണ്. 18 മണി പയറാണ് ഇപ്പോൾ MLAയുടെ കയ്യിലിരിക്കുന്നത്. ഇത് 8.5 ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിന് കൃഷിയുള്ളത് മൊത്തം. കർഷകർ നേരിട്ട് കപ്പ പറിക്കുന്ന കാഴ്ചയാണ്. ഇത് എത്ര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ബാബുചേട്ടൻ? കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെ 3 വാർഡുകളിലായിട്ടാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. 4-ാം വാർഡ്, 5-ാം വാർഡ്, 3-ാം വാർഡ്. ഇപ്പം 2-ാം വാർഡിന് സ്ഥലം എടുത്തിട്ടുണ്ട്. മൊത്തം എത്ര ഏക്കർ സ്ഥലമുണ്ട്? മൊത്തം 8.5 ഏക്കർ സ്ഥലമുണ്ട്. കഴിഞ്ഞ വർഷം 10 ഏക്കർ ഉണ്ടായിരുന്നു. കാലാവധി കഴിഞ്ഞുകൊണ്ടൊരു 2 ഏക്കർ വിട്ടു. അപ്പോൾ ഇവിടെ ഒരു 1/2 ഏക്കർ പുതുതായിട്ട് എടുത്തു. ഇപ്പം പിന്നെ ഈ 2-ാം വാർഡിൽ എടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ കൂട്ടുവാണെങ്കിൽ 9 ഏക്കറോളം വരും. അപ്പോൾ എന്തൊക്കെ കൃഷികളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്? നമുക്ക് ഇല്ലാത്ത ഈ വർഷം മാത്രം നെല്ലില്ല. കപ്പ ഒരു 10,000 മൂടുണ്ട്. മത്ത ഒരു 2 ഏക്കർ അടുത്ത് മത്തയുണ്ട്. വെള്ളരി, വെണ്ട, വഴുതന, ചീനി, കാന്താരി തന്നെ 75 മൂടോളം കാന്താരിയുണ്ട്. പിന്നെ വാഴ
എന്ന് പറയുന്നത് ഏത്തവാഴ ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഏത്തവാഴ, ഞാലിപ്പൂവന്, പാളയന്തോടന്, റോബസ്റ്റ, ഷുഗർ വാഴ, ചുണ്ടില്ല്, അങ്ങനെ 7 ഐറ്റം വാഴയുള്ളൂ. പച്ചക്കറി എത്ര ഐറ്റം ഉണ്ട്? പച്ചക്കറി ഇപ്പം മെയിനായിട്ടുള്ള മത്ത, വെള്ളരി, വെണ്ട, ചൊര, കുമ്പളം, ചീര, വഴുതന, പടവലം, പയറ്, ഇത്ര ഐറ്റമാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ഈ കൃഷി ലാഭകരമാണോ? കൃഷി ആദ്യത്തെ ഒരു വർഷം നഷ്ടമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ 6 മണിക്ക് പണിക്കിറങ്ങും, വൈകിട്ട് 6 മണിക്ക് തിരിച്ച് കയറിപ്പോകുന്നു. ഈ യന്ത്രസാമഗ്രികളുടെ പണി കഴിഞ്ഞെന്നാൽ ബാക്കി 99% പണി ഞാൻ തന്നെ ചെയ്യുന്നു. പിന്നെ ഇവിടെ മഞ്ഞപ്പള്ളി കൃഷി ചെയ്യുമ്പോൾ എന്നെ ഈ പറമ്പിൻ്റെ ഉടയക്കാരൻ തിരുവുങ്ങൽ ജോസ് ആത്മാർത്ഥമായി സഹായിക്കാറുണ്ട്. മറ്റുള്ള പണികളെല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിതിനെ കീടനാശിനിയായിട്ട് എന്താ ഉപയോഗിക്കുക? കീടനാശിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു കീടനാശിനിയുണ്ട്. പക്ഷേ അത് കായുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയില്ല. ജൈവ കീടനാശിനിയാണല്ലേ? ജൈവ കീടനാശിനിയാണ്. കാഞ്ഞിരത്തിൻ്റെ ഇല, തോല്, ഗോമൂത്രം, ഇത് രണ്ടും കൂടെ ഒരാഴ്ചയിട്ട് ചതച്ച് പുളിപ്പിച്ചതിന് ശേഷം അത് ഡൈല്യൂട്ട് ചെയ്ത് അടിക്കുക. കായുള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ കാഞ്ഞിരം നല്ല വിഷമുള്ള സാധനമായതുകൊണ്ട് കായുള്ള സമയത്ത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. അന്നേരം സാഫ് അതുപോലെയുള്ള കീടനാശിനി, വേപ്പിൻ്റെ ഇത് ഒക്കെ കൂട്ടിയുള്ള മിശ്രിതങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. തികച്ചും ഒരു 90% ജൈവ കൃഷിയാണ് നമ്മൾ അവലംബിക്കുന്നത്. കോഴിക്കാട്ടവും ചാണകവും ഒക്കെയാണ് മെയിനായിട്ട് വളമായിട്ട് ഉപയോഗിക്കുന്നത്. വാഴയ്ക്ക് പിണ്ടിപ്പുഴ നമ്മൾ എന്താ ചെയ്യുന്നത്? വാഴയ്ക്ക് പിണ്ടിപ്പുഴിന് ഏറ്റവും അത്യുത്തമം എന്ന് പറയുന്നത് ഈ കാഞ്ഞിരത്തിൻ്റെ തൊലിയും ഇലയും ഗോമൂത്രവും കൂടെ കൂട്ടി അടിക്കുകയാണ് ഏറ്റവും നല്ലത്. അത് എത്ര വലിയ പിണ്ടിപ്പുഴ അവതരിക്കുകയാണെങ്കിലും അവൻ ചത്തുവെക്കും. ഓക്കെ, താങ്ക് യു പാപ്പൻ ചേട്ടാ. ശരി. നമ്മുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകനായിട്ട് കഴിഞ്ഞ 4 വർഷക്കാലം തിരഞ്ഞെടുക്കപ്പെട്ട പാപ്പൻ ചേട്ടൻ്റെ കൃഷി പുരയിടമാണ് ഈ കാണുന്നത്. അദ്ദേഹം 3 വാർഡുകളിൽ 4 വാർഡിലായിട്ട് 8.5 ഏക്കർ സ്ഥലമാണ് ഈ വർഷം കൃഷി ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സ്ഥലം മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്ഥലം MLA ഈ സ്ഥലം സന്ദർശിക്കുകയും നാളെ നടത്തുന്ന കാർഷിക ദിനത്തിൽ എത്തുവാനായിട്ട് അദ്ദേഹത്തെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കുവാനായിട്ടാണ് MLA എത്തിയത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കൃഷി നമുക്ക് ഒരു പ്രചോദനമാകട്ടെ, മറ്റുള്ളവർക്കൊരു മാതൃകയായിത്തീരുന്ന നല്ലൊരു കർഷകനാണ്.